ട്രംപ് ഇപ്പോൾ ഇറാനിലെ ഭരണകൂടത്തിന് നൽകുന്ന അന്ത്യശാസനകൾ, എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കുമെന്ന ഭീഷണി, ഒറ്റപ്രഹരത്തിൽ തെഹ്റാനെ മുട്ടുകുത്തിക്കുമെന്ന ട്രംപിന്റെ അവകാശവാദങ്ങൾ ഇതൊന്നും പെട്ടെന്നുണ്ടായതല്ല കേട്ടോ. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1987 ട്രംപ് എന്ന ബിസിനസ്സുകാരൻ അമേരിക്കൻ പത്രങ്ങളിൽ എഴുതി വെച്ച ഒരു അധിനിവേശ അജണ്ടയുടെ തുടർച്ചയാണിത്. 1987 $95,000 മുടക്കി ട്രംപ് നൽകിയ ആ പഴയ പത്രപരസ്യത്തിന്റെ തനിയാവർത്തനം തന്നെയാണ് അയാൾ ഇപ്പോൾ നടത്തുന്നത്. അന്ന് ട്രംപിന്റെ പ്രായം വെറും 41 ആയിരുന്നു. വൈറ്റ് ഹൗസിലെ അധികാര കസേര സ്വപ്നം കണ്ടു തുടങ്ങിയ ആ കാലത്ത് തന്നെ ഇറാന്റെ എണ്ണ സമ്പത്ത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിരുന്നു. 1988 ദ ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: അമേരിക്കയ്ക്കു നേരെ ഒരു വെടിയുണ്ടെങ്കിലും വന്നാൽ ഞാൻ ഗാർഗ് ഐലൻഡ് പിടിച്ചെടുക്കും. ഞാൻ അവിടെ നേരിട്ട് ചെന്നത് കൈവശപ്പെടുത്തുമെന്നാണ്. ഇന്ന് 2026 നാം കാണുന്നത് ആ പഴയ ധാർഷ്ട്യത്തിന്റെ പ്രയോഗം തന്നെയല്ലേ? ഇറാനിലെ എണ്ണ സമ്പത്ത് കൈക്കലാക്കാനായി അമേരിക്കൻ സൈന്യം ഗാർഗ് ദ്വീപിലേക്ക് നീങ്ങുന്നതായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ പുറത്തു വന്നത്. ഒരു പരമാധികാര രാഷ്ട്രത്തെ തകർക്കാൻ ട്രംപ് ഇപ്പോൾ പ്രയോഗിക്കുന്ന ഈ മാക്സിമം പ്രഷർ തന്ത്രമുണ്ടല്ലോ, അത് ലോകക്രമത്തെ അപ്പാടെ മാറ്റിമറിച്ചിരിക്കുകയാണ്, കൂടെ അപകടത്തിലുമാക്കിയിരിക്കുന്നു. ഇറാന്റെ കാര്യത്തിൽ കടുത്ത അധിനിവേശ നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് തന്റെ സഖ്യകക്ഷികളെ കാണുന്നത് വെറും കച്ചവട പങ്കാളികളായി മാത്രമാണ്. 80കളിൽ, അതായത് ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഉന്നയിച്ചൊരു വാദമുണ്ട് കേട്ടോ. ജപ്പാൻ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങൾ അമേരിക്കയുടെ സൈനിക ബലം ഉപയോഗിച്ച് അവരുടെ എണ്ണക്കപ്പലുകൾ സംരക്ഷിക്കുന്നു, എന്നാൽ അതിന്റെ ചിലവ് വഹിക്കുന്നത് അമേരിക്കയാണെന്നാണ്. ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകളെ അമേരിക്ക എന്തിനു സംരക്ഷിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അന്നത്തെ ചോദ്യം. 2026 മാർച്ചിൽ ജപ്പാൻ പ്രധാനമന്ത്രി സനെ തക്കൈച്ചുമായുള്ള കൂടിക്കാഴ്ചയിലും അദ്ദേഹം ഉത്തരം തേടിയതും ഇതേ ചോദ്യത്തിനുള്ള മറുപടി തന്നെയായിരുന്നു. സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിന് പകരം ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ മണി ഈടാക്കാനാണ് ട്രംപ് ഇപ്പോഴും ശ്രമിക്കുന്നത്. അമേരിക്കൻ സൈന്യത്തെ ഒരു വാടക ഗുണ്ടയെ പോലെ ഉപയോഗിക്കാനുള്ള ഈ നീക്കം അമേരിക്കയുടെ വിശ്വസ്തരായ സഖ്യകക്ഷികളെ പോലും ഇന്ന് അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. 1987 3 പ്രമുഖ പത്രങ്ങളിൽ ട്രംപ് എഴുതിയത് അല്പം നട്ടല്ലു കാണിച്ചാൽ അമേരിക്കയുടെ പ്രശ്നങ്ങൾ തീരുമെന്നാണ്. എന്നാൽ ഇന്ന് 2026 ആ നട്ടല്ലു കാണിക്കൽ ലോകത്തിന്റെ സാമ്പത്തിക മേഖലയും സമാധാനത്തെയും മുച്ചൂട് മുടിപ്പിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടതില്ലല്ലോ. ഇറാനിലെ എണ്ണപ്പാടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കങ്ങളും സഖ്യകക്ഷികളെ സാമ്പത്തികമായി ഞെക്കിപ്പിഴിയാനുള്ള തന്ത്രങ്ങളും ട്രംപിന്റെ പഴയ ബിസിനസ് ബുദ്ധിയുടെ ക്രൂരമായ ആവിഷ്കാരങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അധികാരം കയ്യിലുള്ളപ്പോൾ തന്റെ വിനാശകരമായ മോഹങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയാണ് ലോകം ഇന്ന് ഭീതിയുടെ ട്രംപിലൂടെ കാണുന്നത്.